സുംബ സുംബ സുംബല്ല ജുംബ 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 മോഹൻലാലിന്റെ ഒരു സിനിമയിലെ ഒരു പാട്ട്. അപ്പൊ സ്കൂളുകളിൽ സുംബ നൃത്തം പരിശീലിപ്പിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചർച്ച. അതിന് ന്യായീകരണം പറഞ്ഞത് കേട്ടപ്പോഴാണ് ഭയങ്കര രസം തോന്നിയതേ. കുട്ടികളിലെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ എന്നാണ്. സത്യത്തിൽ കായികക്ഷമത വർദ്ധിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ 1000 ചില്ലാനം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു PT അധ്യാപകനാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ശരിക്കും ഒരു 2 ആളെ വെച്ചൂടെ? അതില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ മലപ്പുറം FC, അതേപോലെ തന്നെ കാലിക്കറ്റ്, കണ്ണൂര്, പിന്നെ കൊച്ചി പൃഥ്വിരാജിന്റെ ടീം, ഇങ്ങനെ ലോകോത്തര നിലവാരമുള്ള താരങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഭയങ്കരമായ ഫുട്ബോൾ മത്സരം നടന്നിരുന്നു. അതേപോലെ തന്നെ മെസ്സി വരികയാണ്, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് മെസ്സിനെ കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നപ്പോൾ നമ്മൾ ആ വിഷയത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചൊരു വിഷയം, നമുക്ക് ശരിക്കും മെസ്സിനെ ഇങ്ങോട്ട് ലോകോത്തര കളിക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പോണോണ്ട് നമുക്കൊരു മെച്ചമല്ല. അത് ഐസും കട്ടുമ്പോൾ പെയിന്റ് അടിച്ചണ മാതിരിയാണ്. നേരെ മറിച്ച് നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ അക്കാദമിക് ലെവലിൽ സംവിധാനങ്ങൾ ഇവിടെ സർക്കാരിന് കോടികൾ മുടക്കിങ്ങാണ്ട് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഈ കാര്യം കൂടി പറഞ്ഞു. 1000കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു PT അധ്യാപകൻ എനിക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിന് ഉദ്ദേശമുണ്ട് എങ്കിൽ സുംബ നൃത്തം കൊണ്ട് ഉടുക്കത്തില്ല. ചുരുങ്ങിയത് 2 കായിക അധ്യാപകരെങ്കിലും സ്കൂളുകളിൽ നിയമിക്കാനുള്ള ഒരു സംവിധാനമല്ലേ നോക്കേണ്ടത്. അപ്പൊ ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണ്? പിന്നെ സുംബ എന്ന് പറഞ്ഞാൽ അതൊരു കായിക പരിശീലനം തന്നെയാണ്. നമ്മൾ ആരോഗ്യപരമായ സംഗതികൾ പാട്ടിട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് ചാടി കളിച്ച് അങ്ങനെ ചെയ്യണ ഒന്നാണ്. പക്ഷെ കുട്ടികളിൽ അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കാരണം അത് നമ്മളെ ചോയ്സ്. അപ്പൊ എനിക്ക് സുംബ കളിക്കണം, രാവിലെ പോയി 1 മണിക്കൂർ സുംബ, അതിലൂടെ എനിക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ജിമ്മിന് പോകുന്ന ആളുകളുണ്ട്, കരാട്ടെ ക്ലാസ്സിന് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ മാക്സ് 7 ഭയങ്കര വിവാദമായ സംഗതിയാണ്. മാക്സ് 7 അതിപ്പോഴും തുടർന്ന് തീവ്രവാദമാണ് എന്നൊക്കെ വലിയ രീതിയിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ആ ചോയ്സ് തിരഞ്ഞെടുക്കാൻ അവകാശമുള്ള ഒരു രാജ്യത്ത് സുംബ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. അതൊക്കെ ചോയ്സ്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ രക്ഷിതാക്കൾക്കും കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ പഠനത്തിന്റെ കാര്യത്തിൽ, അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, അവരുടെ ഫീസിന്റെ കാര്യത്തിൽ, അവരുടെ വാഹനത്തിന്റെ കാര്യത്തിൽ, അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ള ഒരു രക്ഷിതാവിനെ സമയം. ഇപ്പൊ പല ആൾക്കാരും മതത്തിന്റെ ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മതത്തിനും ഓരോ ആശയങ്ങളുണ്ട്, ഓരോ ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തങ്ങളുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ച് ഒരു വിശ്വാസപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന് പ്രതികരണം വരും, അവർക്കുണ്ടല്ലോ അവകാശം. അപ്പൊ അതിന് കുരുപൊട്ടുന്ന കൃസംഗി ആളുകളോട് പറയാനുള്ളത് അത് കേവലം മതത്തിനോടുള്ള വെറുപ്പ് മാത്രമാണ്. അപ്പൊ ജനറൽ ന്യൂട്രാലിറ്റിന്റെ വിഷയത്തിൽ ഓരോ സ്കൂളുകളിലും രക്ഷിതാക്കൾ പോയി കുത്തിരുന്നിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ കഴിഞ്ഞുപോയി. കാരണം ഒരുമിച്ച് നിന്ന് പഠിക്കുക, ഒരു ബെഞ്ചിലിരിക്കുക പറ്റൂല. ഞങ്ങളെ കുട്ടികളെ അതിന് പറ്റൂല, ഞങ്ങളതിന് സമ്മതിക്കൂല. കാരണം ഇപ്പം തന്നെ നമുക്കറിയാലോ, വാട്സപ്പും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കേൾക്കുന്ന വാർത്തകൾ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്കൂളിൻ്റെ പുറത്ത് പല രീതിയിലും നടക്കുന്നുണ്ട്. സ്കൂളിന്റെ അകത്തുപോലും ഇങ്ങനെയാണ് എങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യം രക്ഷിതാക്കൾ ഉന്നയിച്ചാൽ ഈ സംഘികൾക്ക് ഓല മനോഭാവം എന്താണെന്നറിയില്ല. ഏതായാലും കുടുംബവുമായി ജീവിക്കുന്ന, അങ്ങനെ ജീവിച്ച് മാന്യമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് ചർച്ചയ്ക്ക് വെച്ചത്. അതുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധമായി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സുംബയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഉൾക്കൊള്ളാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം. അതല്ലാതെ ഇവിടെ സുംബ ഡാൻസ് നിരോധിക്കണമെന്നോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് കുട്ടികൾ അവരുടെ സംരക്ഷണത്തിൽ, രക്ഷിതാക്കളുടെ സംരക്ഷണത്തിൽ മുന്നോട്ട് പോകുന്ന കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ മൊത്തം. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം സർക്കാർ സംവിധാനങ്ങൾക്ക് വേണം, ഇവിടുത്തെ നാട്ടിലെ ആളുകൾക്ക് വേണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അതങ്ങനെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും അതിൽ സർക്കാർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ചുരുങ്ങിയത് 2 കായിക അധ്യാപകരെ നിയമിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.